കർത്താവിന് മഹത്വമുണ്ടാകുമാകട്ടെ. തലമുറകളുടെ സംഗമം എന്ന പേരിൽ നടക്കുന്ന SBS വർക്കേഴ്സ് കോൺഫറൻസിൻ്റെ ഒരു ഭാഗമായി തീരുവാനും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസയായിട്ട് 2 വാക്ക് പറയുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നിൽ ഏൽപ്പിച്ചതും ഉണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകാൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ബാലസംഘവുമായിട്ട് എൻ്റെ ജീവിതം ആരംഭിച്ചത് എനിക്ക് 12 വയസ്സുള്ള സമയത്താണ്. 1982 സുവിശേഷൻ ബാലസംഘത്തിൻ്റെ സൗത്ത് ഡിവിഷൻ ക്യാമ്പ് അടൂർ മർത്തോമ യൂത്ത് സെൻറ്ററിൽ നടക്കുമ്പോൾ അന്ന് ഒരു ബാലസംഘത്തിൻ്റെ അംഗമായിട്ട് സംബന്ധിക്കുവാനും അന്ന് ലഭിച്ച ആ ആത്മീയ പ്രചോദനം അത് വർഷങ്ങളായിട്ട് ഇന്നും അത് തുടരുവാൻ കർത്താവ് സഹായിക്കും. ഈ നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിലനിൽക്കുവാൻ ബാലസംഘത്തിൽ നിന്ന് ലഭിച്ച ഒരു പ്രചോദനമാണ് എന്നുള്ളത് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ബാലസംഘത്തിൻ്റെ അംഗം ആയതിനു ശേഷം പല ആത്മീയ ശുശ്രൂഷകൾക്ക് ബാലസംഘത്തിൻ്റെ സെൻട്രൽ തലത്തിലും ജനറൽ തലങ്ങളിലുമൊക്കെ പല ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അതൊക്കെ ബാലസംഘത്തിന് ലഭിച്ച വലിയൊരു പ്രചോദനമാണ്. അനേക ഭക്തരായ ദൈവദാസന്മാരുടെ ആ നിറസാന്നിധ്യം ഇന്ന് വളരെ പുളകമണിയിക്കുന്ന ഒരു കാര്യമായിട്ട് ഇന്ന് ഞാൻ അത് ഓർക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്ന് 72 വർഷം പിന്നിട്ടിരിക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളെ നാം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അനേക കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വഴിയിലേക്ക് നടത്തുവാൻ, രക്ഷകനെ കണ്ടെത്തുവാൻ, വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കി എന്നുള്ളത് വളരെയധികം നന്ദിയോടെ സ്മരിക്കുവാൻ കഴിയുന്ന കാര്യമാണെന്നതിന് യാതൊരു സംശയവുമില്ല. 1996 വരെ ബാലസംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായിട്ട് നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ കർത്താവ് എനിക്ക് തന്ന വെളിയുടെയും പ്രകാശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആസാമിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കടന്നുപോയി. അന്ന് മുതൽ ആ ഒരു സജീവമായ ഒരു പ്രവർത്തനത്തിൽ കേരളത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ പല സന്ദർഭങ്ങളിൽ നിങ്ങളുടെ സമ്മേളനങ്ങൾക്ക് ചുരുക്കമായിട്ട് സംബന്ധിക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ആസാമിൽ കടന്നുപോയിരുന്നു ഈ ബാലസംഘത്തിൻ്റെ നിന്ന് ലഭിച്ച ആ പ്രചോദനം അവിടെയുള്ള പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയുള്ള പ്രവർത്തനത്തിന് അതൊരു അനുഗ്രഹമായിരുന്നു. വിശേഷാൽ SBS VBS എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്ത്യയുടെ അനേക ഗ്രാമങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, ഗ്രാമങ്ങളിൽ വളരെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ ഇടയാകുന്നു. ആ നിലയിൽ ആ ശുശ്രൂഷയുടെ ഒരു പങ്ക് വഹിക്കുവാൻ കർത്താവ് ഇന്നും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1995 തോന്നുന്നു SBS VBS എന്നുള്ളൊരു ആശയം VBSൻ്റെ ഭാരവാഹികൾക്ക് ഉണ്ടാകുവാനിടയായത്. ആ കാലഘട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രസിഡൻറ്റ് അലക്സ് മേൽപ്പാടം, മറ്റ് റജി കെ തോമസ്, ഒരു ജോൺ എബ്രഹാം ഇപ്പോൾ ദുബൈയിലായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ടീമായിട്ട് മലബാറിൻ്റെ പ്രദേശങ്ങൾ കടന്നു പോവുകയും അവിടെ അനേക സ്ഥലം സഭകൾ സന്ദർശിച്ച് ഈ പ്രവർത്തനത്തെക്കുറിച്ച് അവിടെ ഒരു അവയർനെസ് കൊടുക്കുവാനും ഒക്കെ ഇടയായത് ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നടത്തിയ വഴികൾ എത്ര വിലപ്പെട്ടതാണ്. ആ നിലയിൽ ഈ ശുശ്രൂഷയെ ദൈവം മാനിക്കട്ടെ, തുടർന്നും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന, തലമുറകളെ വാർത്തെടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിട്ട് തീരട്ടെ എന്ന് ഞാൻ അധികമായി ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രവർത്തകരായിരിക്കുന്നവരെ ദൈവനാമത്തിൽ ഓർക്കുകയും അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാനും ഈ ബാറ്റൺ തലമുറകളിലേക്ക് കൈമാറുവാനും കർത്താവിൻ്റെ വരവ് വരെ ഈ ശുശ്രൂഷ തുടരുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക.
ഒരു വാക്യം മാത്രം ഞാൻ വായിച്ച് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം അതിൻ്റെ 57-58 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിവിധ നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരാണ്. ചിലരൊക്കെ പൂർണ്ണസമയ സുവിശേഷകന്മാരായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. സ്ഥലം സഭയിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തീയ സമൂഹത്തിന് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രോത്സാഹനം നൽകി തരുന്നു. ഈ വേദഭാഗം, ഈ അധ്യായം പ്രത്യാശയുടെ അധ്യായമായി നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് നൽകിത്തന്ന വലിയ പ്രത്യാശയാണ്. ആ പ്രത്യാശയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ ഉറപ്പും ധൈര്യവുമായിട്ട് നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിൽ നാം ഉറച്ചുകൊണ്ട് ഈ വായിച്ച വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായും കുലുങ്ങാത്തവരായും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇന്ത്യയുടെ അനേക ഗ്രാമങ്ങളിൽ, അനേക സംസ്ഥാനങ്ങളിൽ ഇന്ന് സുവിശേഷത്തെ സ്വാതന്ത്ര്യമായി ഉണ്ടാകാതിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ഒരു ഭംഗം വരാതിരിപ്പാൻ അതിൽ പ്രവർത്തകരായിരിക്കുന്ന എല്ലാവർക്കും ഈ തിരുവചന സത്യം പ്രചോദനമായിട്ട് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിൽക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? കേൾക്കുന്നില്ല? സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കുന്നത് നന്ദിയോടും സന്തോഷത്തോടുമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് വർണ്ണിക്കുവാൻ അസാധ്യമാണ്. എന്നാലും ചില വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഉദ്ദേശിപ്പാൻ, നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റി തന്ന ചുമതലപ്പെട്ട എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. 72 കൊല്ലം ദൈവം നമ്മെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നമ്മെ നടത്തും എന്നുള്ള ആശംസയോടുകൂടെ ഞാൻ നിങ്ങൾ മുൻപിൽ നിൽക്കുകയാണ്. ഈ സംഗമം 3 ദിവസത്തിൻ്റെയാണ്. അതുകൊണ്ട് ചില 3 വാക്കുകൾ ഞാൻ നിങ്ങൾ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നടപ്പെക്കുറിച്ച് അങ്കിൾ പറയുകയായിരുന്നു. അതിൽ പറയുന്നത് നമ്മുടെ കർത്താവ്, നമ്മൾ ലോകത്തിൻ്റെ ആൾക്കാരുടെ മുഖത്തെ നോക്കുകയാണ്. എന്നാൽ നമ്മുടെ നായകൻ, ലീഡർ നോക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും പാദം നോക്കുകയാണെന്ന് കാണാൻ സാധിക്കുകയാണ്. സുവിശേഷം പറയുന്നവരുടേതായ പാദം എത്രയോ മനോഹരമാണ് എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും മനോഹരപ്പെട്ടവരാണ്, വിശേഷമുള്ളവരാണ്, സ്പെഷ്യലാണ് എന്നുള്ളത് ഞാൻ മുൻപോട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 3 പേരുടെ ഫോട്ടോ ആയിട്ടുണ്ട്. അതുപോലെ 3 പേരെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി പത്രോസിനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവോടുകൂടെ മുട്ടിയപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ചോദിച്ചു. എന്നാൽ ഞാൻ സ്നേഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി പറഞ്ഞത് കുഞ്ഞാടുകളെ മേയ്ക്ക, രണ്ടാമത് പറഞ്ഞത് ആടുകളെ പാലിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യമായി ഈ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള കൃപ നൽകി. ആ കർത്താവിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും എനിക്കും ആദ്യമായി നൽകിയത് കുഞ്ഞാടുകളെ പാലിക്കുക എന്നുള്ളതാണ്. ആ കർത്തൃത്വം അങ്കിൾ എം.ഇ. ചെറിയനങ്ങൾ ഈ മധുരയിലായിരുന്നപ്പോൾ അത് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. പുള്ളിയുടെ മനസ്സിൽ ഈ കുഞ്ഞുങ്ങളെ മേയ്ക്കണമെന്നുള്ളതായ ഒരു താല്പര്യം വന്നപ്പോൾ അവിടെയുള്ള സഹോദരന്മാരെടുത്ത് പറഞ്ഞു, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ആ ദൈവത്തിൻ്റെതായ ആ ഭാരത്തെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലുള്ളതായ ദൈവമക്കളോട് പറഞ്ഞ് അവർ ഒന്നിച്ചാണ് ഈ SBS ആരംഭിച്ചത് എന്ന് നാം കാണുവാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി കൊണ്ട് ഇന്ന് ഇത്രത്തോളം അനുഗ്രഹമായ കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഞാനും അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് അങ്കിൾ സി സാമുവൽ, പുള്ളി ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്താണ്. പുള്ളിയാണ് ഈ കർത്താവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത്. എൻ്റെ 16-ാമത്തെ വയസ്സിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ എനിക്ക് ബാപ്റ്റിസം നൽകിയതും, അതുപോലെ തന്നെ ഞാൻ സ്വന്തം ദേശം വിട്ട് മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങളുടേതായ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ
ആ രണ്ടാമത് വ്യക്തിയെ ഞാൻ മുൻപോട്ട് നിങ്ങൾക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി ഒന്ന് പത്രോസിനെ ഞാൻ പറഞ്ഞു, രണ്ടാമത് എംപിച്ചുരിനെ ഞങ്ങൾ പറഞ്ഞു, മൂന്നാമത് ശ്രീ സാമുവേൽ. ഇന്നും ഒത്തിരി പേരുണ്ട്, അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 3 പേരെ മാത്രമേ ഞാൻ നിങ്ങളുടെ മേൽ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ 3 വ്യക്തിയും എനിക്ക് ഉദ്ദേശം നൽകിയവരായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങളുടേതായ പ്രവർത്തനത്തിൽ പ്രവർത്തിപ്പാനായിട്ടുള്ള കൃപ നൽകിയതെന്ന് വെച്ചാൽ, ഫസ്റ്റ് മാസ്റ്റർ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഇവിടെ ഇരിക്കുന്നതായ സഹോദരന്മാർ എനിക്ക് നൽകിയതായ വലിയ വചനങ്ങളാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഒരു കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തിൻ്റെ വിലയെക്കാളും വലിയതാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്നുവരെയും കർത്താവിന് വേണ്ടി നിൽപ്പാൻ കൃപ നൽകി. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് 3 വാക്യങ്ങൾ നിങ്ങൾ മുൻപ് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുകയാണ്. ഇത് സഹോദരൻ പറഞ്ഞപ്പോൾ ആ സ്നേഹം നിറഞ്ഞതുകൊണ്ടാണ് ലോകത്തിൽ മനസ്സിൽ കണിഞ്ഞുകൊണ്ട് ദൈവം അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി നാം കാണുവാൻ സാധിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്നേഹത്തെ മറ്റവർക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ, മറ്റവരെക്കുറിച്ച് നമുക്ക് മനസ്സിലിവ് കാണത്തുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് ഈ കർത്താവിനെക്കുറിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെയും എൻ്റെ ജീവിതം ആ സ്നേഹം കൊണ്ട് നിറയണം. 1 യോഹന്നാൻ 3:16 നമുക്കെല്ലാം അറിയാം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. എന്നാൽ 1 യോഹന്നാൻ 3:16 നാം ഇങ്ങനെ കാണുവാൻ സാധിക്കുകയാണ്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വച്ചു കൊടുക്കേണ്ടതായിരിക്കുന്നു എന്ന് നാം കാണുവാൻ സാധിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ നശിച്ചു പോകുന്നതായ കുഞ്ഞുങ്ങളെയും ദൈവത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് 1 യോഹന്നാൻ 3:16 നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചു, അതുപോലെ തന്നെ നാം മറ്റവരെ സ്നേഹിക്കുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. രണ്ടാമത്തെ വാക്യം നാം പറയാൻ ആഗ്രഹിക്കുന്നത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ എന്ന് കാണുവാൻ സാധിക്കുകയാണ്. അവൻ പറഞ്ഞത്, അവൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അതിന് പ്രതിഫലം തരാം എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് അവന് വേണ്ടി നാം എന്തൊക്കെ ചെയ്യുന്നോ അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നാം സഹോദരൻ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 5:57-58 വാക്യത്തിൽ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വേലയിൽ എല്ലാപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവിൻ എന്നതായ ഒരു ആഹ്വാനത്തോട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി സഹോദരൻ പറഞ്ഞതുപോലെ നമ്മുടെ നായകൻ എങ്ങനെയാണ് നമുക്ക് മാതിരി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് സ്നേഹമായിരുന്നു. ആ സ്നേഹമാണ് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ വരേണ്ടതാണ്. ആ പ്രവൃത്തിയിൽ വരുമ്പോൾ നാം മറ്റവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ വചനം പറയും. അതുകൊണ്ട് വരുന്ന സമയങ്ങളിൽ നമ്മുടെ നല്ല പ്രവൃത്തി നമ്മളിൽ ആരംഭിച്ചതായ കർത്താവ് അന്ത്യം വരെയും നടത്തും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു വാക്യം, എല്ലാവരെയും സ്നേഹിക്കുക. ആ സ്നേഹത്തോട് ഈ വചനം ആദ്യം പറഞ്ഞതുപോലെ എമിച്ചേരിയൻ അങ്കിൾ ഒരാൾ ആരംഭിച്ചു, ആ പ്രവർത്തനം ഇന്നുവരെ നടത്തിയത് ദൈവം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിൽ നിങ്ങൾ ഏത് വേല ആരംഭിക്കുമോ അത് നിർവഹിക്കും എന്നുള്ള ആശംസയോടുകൂടെ ഞാൻ നിർത്തിയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആശംസ പറഞ്ഞ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ബാലസംഘത്തിൻ്റെ ഒരു ചരിത്രം ഒരു ചെറിയ ബുക്കിലാക്കി ഇവിടെ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ റിലീസിൻ്റെ ആ ബുക്കിൻ്റെ കാര്യവിവരണങ്ങൾ പറയുവാനായി ബാലസംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ജോസി ജോർജിനെ ക്ഷണിക്കുന്നു. ഈ ഓഫീസിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു വരുന്നു. അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം പറയാൻ പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. അതിനുശേഷം ബുക്ക് ചാൾസ് ജോൺ ബ്രദർ പ്രിയ ചാണ്ടപ്പിള്ള ചായന് കൊടുത്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചരിത്ര സ്മരണകൾ എപ്പോഴും ആവേശം പകരുന്നതാണ്. SBS സംബന്ധിച്ച് പിന്നിട്ട 72 സംവത്സരങ്ങളിലെ നാഴികക്കല്ലുകൾ അനവധിയാണ്.
2 വർഷം മുമ്പ് നമുക്കറിയാം ക്യാമ്പ് സെൻറ്ററിൽ വെച്ച് നടന്ന പ്ലാറ്റിനം ജൂബിലി പ്രോഗ്രാമിൽ SBS-ൻ്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ കോർത്തിണക്കി 70 മൈൽ സ്റ്റോണുകൾ പുറകിലുള്ള നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അത് അവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ലെഫ്റ്റ് സൈഡ് തൊട്ട് ഓഡിറ്റോറിയം ഫുള്ള് അത് നിറഞ്ഞിരിക്കുകയാണ്. ഈ വർഷത്തെ വർക്കേഴ്സ് കോൺഫറൻസും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തലമുറകളുടെ സംഗമത്തിൽ വെച്ച് ഡയാക്കോണിയ 2025 കോൾ ടു സർവ് എന്ന പേരിൽ ഒരു ചരിത്ര സ്മരണിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. SBS മുൻകാല പ്രവർത്തകരും അതുപോലെ ഇപ്പോഴത്തെ പ്രവർത്തകരും ഇതിൽ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട്. ആദ്യമായിട്ടല്ലല്ലോ SBS സ്മരണിക പുറത്തിറക്കുന്നത്. SBS-ൻ്റെ ആദ്യത്തെ സ്മരണിക 1977-ലാണ്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. ആ സ്മരണിക ഇതാണ്. പ്രിയ ഷാജി അച്ഛൻ പറഞ്ഞ വാക്ക് 100% സത്യമാണ് എന്ന് ഈ സ്മരണികയുടെ ഫ്രണ്ട് പേജ് പറയുകയാണ്. കാരണം കുമ്പനാട്ട് വെച്ച് നടന്ന രജത ജൂബിലി സുവനീർ അവിടെ വെച്ച് നടന്ന പ്രോഗ്രാമിലാണ് ഇത് പ്രകാശനം ചെയ്തത്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു അതിൻ്റെ തീം ഇതായിരുന്നു: പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നില്ല. അച്ഛൻ പറഞ്ഞ വാക്യമാണത്. വളരെ കൃത്യമാണ്. അത് ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. രണ്ടാമത് 1989 സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന പേരിൽ 1989 രണ്ടാമത്തെ സുവനീർ പ്രസിദ്ധീകരിച്ചു. മൂന്നാമത്തേത് നമ്മളുടെ 2003 പൈതൽ എന്ന പേരിൽ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ വെച്ച് SBS സമ്പൂർണ്ണ ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്തു. അത് പൈതൽ എന്ന പേരിലാണ്. പിന്നീട് നാലാമതായിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മൾ പ്ലാറ്റിനം ജൂബിലി പ്രോഗ്രാം നടന്നപ്പോൾ ദ മൈൽ സ്റ്റോൺ എന്ന പേരിൽ ബാലസംഘത്തിൻ്റെ 70 മൈൽ സ്റ്റോണുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളുടെ ഈ സ്മരണിക പ്രകാശനം ചെയ്തു. ഇപ്പോൾ ഇതാ 5ാമത്തെ സ്മരണിക, SBS-ൻ്റെ 5ാമത്തെ സ്മരണിക ഡയാക്കോണിയ 2025 കോൾ ടു സർവ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ ചാൾസ് ജോൺ ബാലസംഘത്തിൻ്റെ തിരുമൂർത്തികളിൽ ഒരാളായ ചാൾസ്യാൻ പ്രിയ ചാണ്ടപ്പിള്ള ചായന് കൊടുത്ത് ഇത് റിലീസ് ചെയ്യുന്നതായിരിക്കും. അത്യധികമായ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഈ സ്മരണീയ പ്രിയ ചാണ്ടപ്പിള്ള സഹോദരന് ഞാൻ നൽകി പ്രകാശനം ചെയ്യുകയാണ്. ഈ കോൺഫറൻസിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് എന്താണ് ഒരു ഉപഹാരമായി കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ പല കോൺഫറൻസിലൊക്കെ പല വിധത്തിലുള്ള സ്മരണിക അതുപോലെ ഓർമ്മ നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, എന്താണ് ഇവിടെ വരുന്നവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്നും പ്രയോജനപ്പെടുന്ന ഒരു റൈറ്റിംഗ് ഡയറി, സ്പെഷ്യൽ ഡയറി ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. ആ ഡയറി ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ രാജു കെ തോമസ് അവറുകൾ ഇന്നത്തെ ഉദ്ഘാടകൻ ആയിരിക്കുന്ന അലക്സ് ബേബിച്ചായന് കൊടുത്തുകൊണ്ട് ഇത് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതിനൊരു ഭാരിച്ച ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഡയറി ഇവിടെ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കും. സുവിശേഷൻ ബാലസംഘം ആദ്യമായിട്ടാണ് ഒരു ഡയറി റിലീസ് ചെയ്യുന്നത്. ഇത് 2026 ഡയറിയാണ്. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ.
ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടട്ടെ. തുടർന്ന് ഈ കോൺഫറൻസിൻ്റെ ചില നിർദ്ദേശങ്ങൾ പറയുവാനായി ബാലസംഘത്തിൻ്റെ അക്കാദമിനായി പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ ബിനു ഷോമലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ നാളത്തെ ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു ഇങ്ങനെയൊരു വർക്കേഴ്സ് കോൺഫറൻസ് നടത്തുക എന്നുള്ളത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ അതിനുവേണ്ടി ആരംഭിച്ചു. ഇന്ന് അത് തുടക്കം കുറിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിന് വെളിയിൽ നിന്നും പല പ്രിയപ്പെട്ടവരും ദീർഘദൂരം യാത്ര ചെയ്ത് ഈ കോൺഫറൻസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ഒരു ക്യാമ്പല്ല. നമ്മൾ സാധാരണ നടക്കുന്നത് ബാലസംഘത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ക്യാമ്പ് അല്ലെങ്കിൽ ടീൻസ് ക്യാമ്പ് അങ്ങനെയുള്ള ക്യാമ്പുകളാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശങ്ങൾ പറയണോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. എന്ത് നിർദ്ദേശമാണ്? നമുക്ക് സഹോദരിമാരായിരിക്കുന്ന എല്ലാവരും ക്യാമ്പുകളിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നിർദ്ദേശങ്ങൾ എന്നുള്ള നിലയില്ല, ഈ ഒരു ക്യാമ്പിൻ്റെ ക്രമീകരണം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ ക്യാമ്പ് ഇന്ന് ഇവിടെ ആരംഭിച്ചു. ഇത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിലേക്കും നിങ്ങളെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നാളെ രാവിലെ 7:15 ഇവിടുത്തെ ഡിവോഷൻ ടൈം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ പല പ്രോഗ്രാംസ്, വ്യത്യസ്തമായ പ്രോഗ്രാംസ്, ഒരുപക്ഷെങ്കിൽ ഇതുവരെ പല കോൺഫറൻസുകളിലും ഇല്ലാത്ത ചില പ്രത്യേക പ്രോഗ്രാംസാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം തലമുറകളെ മനസ്സിലാക്കുവാനും അവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന പല ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നാളെ പ്രത്യേകിച്ച് അങ്കിൾ കർത്താവിൻ്റെ ദാസൻ ജോൺ കുര്യൻ അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കും. ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. രാവിലെ 9 മണി മുതൽ ഈ പ്രോഗ്രാം ആരംഭിക്കും. ഒരു പാനൽ ചർച്ച നടക്കുന്നതാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ച്. ജോയ് ജോൺ ബ്രദർ ഇവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഡോക്ടർ ജോൺ അബ്രഹാം ഉണ്ടാകും. അങ്ങനെ പല പ്രിയപ്പെട്ടവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് വൈകിട്ട് 6 മണി മുതൽ ഇവിടെ ഒരു സംഗീത സായാഹ്നം ഉണ്ടാകുന്നതാണ്. അനേക ഗായകരെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാം ശ്രുതിമധുരമായ ഗാനങ്ങൾ കേൾക്കുവാനുള്ള ഒരു അസുലഭ സന്ദർഭം നാളെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് കടന്നു വന്ന വെളിയിൽ നിന്ന് ഇന്ന് തിരിച്ചു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെ കൂടെ ഉത്സാഹിപ്പിച്ച് നാളെ കടന്നു വരണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇവിടെ താമസിക്കുന്നവർക്ക് താമസ സൗകര്യം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് സംഘാടകരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർ കാണിച്ചു തരുന്നതാണ്. ഇവിടെ ക്യാമ്പിൽ വരുന്ന എല്ലാവരും രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ്. രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല ഒരു ബാഡ്ജ് കിട്ടും, അത് നിങ്ങൾ ധരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ സമയക്ലിപ്തത, നമ്മളെല്ലാം ഒന്നിച്ച് വന്നെങ്കിൽ മാത്രമേ പ്രോഗ്രാം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ, ചിലപ്പോൾ ചില നാളുകൾക്ക് ശേഷമായിട്ടായിരിക്കും എല്ലാവരും കണ്ടുമുട്ടുന്ന, കുറേ നേരം കാര്യം പറഞ്ഞ് അവിടെ ഇവിടെ നിൽക്കാം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകും. നമ്മുടെ പ്രോഗ്രാം നടക്കില്ല. അതുകൊണ്ട് പ്രോഗ്രാം നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ സമയക്ലിപ്തത പാലിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇതൊരു ദൈവം നമുക്ക് എന്നൊരു ക്യാമ്പ് സെൻ്ററാണ്. പരിമിതികൾ ഇല്ല എന്ന് പറയുന്നില്ല, പരിമിതികൾ ഒത്തിരിയുണ്ട്. എന്നാൽ പരിമിതികളിൽ സഹകരിച്ച് ഈ ക്യാമ്പിൽ നിങ്ങളെല്ലാവരും ഇടപെടണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഉപയോഗിക്കുന്ന നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ പരിമിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ റൂം വിട്ട് പോരുമ്പോൾ ലൈറ്റ്, ഫാന് ഇങ്ങനെയുള്ളതൊക്കെ ഓഫ് ചെയ്തു എന്ന് കൃത്യമായിട്ടും ഉറപ്പുണ്ടായിരിക്കണം. നമുക്ക് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും
അതിലും പങ്കെടുത്ത് മാത്രമേ പോകാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് അവിടെ വെച്ചായിരിക്കും. ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമും നമ്മൾ ഓർപ്പിച്ചു, ഇതെല്ലാം വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യം അതിലുണ്ടാകണം. പലരെ കൂടെ ക്ഷണിച്ച് പ്രിയപ്പെട്ടവരെ കൂടെ കൊണ്ടുവരുവാൻ എല്ലാവരും ഉത്സാഹിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ഈ ക്യാമ്പിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും മറ്റ് ഇതര ആവശ്യങ്ങളോ കാര്യങ്ങളോ പറയാനായിട്ടുണ്ടെങ്കിൽ സാമുവൽ തോമസ് സഹോദരൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു തരാനായിട്ട് അവിടെ അവർ ശ്രമിക്കുന്നതാണ്. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവർക്കും ഡിന്നറുണ്ട്. ഡിന്നറിന് ശേഷം വീണ്ടും ഇവിടെ പ്രോഗ്രാം തുടരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആകെ കൂടെ 2 ദിവസമേ ഉള്ളൂ. ഈ 2 ദിവസം പ്രത്യേകിച്ച് എല്ലാവരും ഈ പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇനിയും എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ അത് അനൗൺസ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കട്ടെ. ഇന്നിവിടെ റിലീസ് ചെയ്ത ഈ 2 ബുക്കുകളും നാളെ രാവിലെ മുതലാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യമായ ആ കോപ്പികൾ അടുത്ത ദിവസം നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പോൾ 1-2 വാക്കുകൾ നന്ദി പറഞ്ഞ് പ്രൊഫസർ ജേക്കബ് തോമസ് അവറുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നന്ദി പറയുവാനായി ജനറൽ സെക്രട്ടറിമാരായ ഒരാളായ ഗോഡ്സൺ വാലേനെ ക്ഷണിച്ചുകൊള്ളും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന നിങ്ങളെ ഒന്നിച്ച് കാണുവാൻ ഇപ്രകാരത്തിൽ ഒരു സാവകാശം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സുവിശേഷം ബാലസംഘം ക്രമീകരിച്ച വർക്കേഴ്സ് കോൺഫറൻസിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം. ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം ഹൃദയം നന്ദിയാൽ നിറയുകയാണ്. ഇത്രയും ആളുകളെ കർത്താവ് കൂട്ടിവരുത്തി. വളരെ നാളുകൾ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, പ്രയത്നമുണ്ടായിരുന്നു. കർത്താവ് ഇതിനോട് കൂടെ നിൽക്കുകയും ഈ പ്രവർത്തനത്തെ ഇപ്രകാരത്തിൽ മാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആദ്യമായി സർവ്വമഹത്വവും നന്ദിയും ഉന്നതനായ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് സുവിശേഷം ബാലസംഘത്തിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ അലക്സ് മേൽപ്പാടം അങ്ങളാണ്. ഈ ദൗത്യത്തെ മുമ്പ് പ്രിയ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ ഇപ്രകാരത്തിലെ ഒരു കോൺഫറൻസിനെ കുറിച്ച് ആലോചിക്കുകയും അതിൽ മുൻകൈയെടുത്ത് മറ്റ് പ്രിയപ്പെട്ടവരുടെ സഹായത്തോടുകൂടെ ഇപ്രകാരത്തിലെ ഒരു ക്രമീകരണം ചെയ്യുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സുവിശേഷം ബാലസംഘത്തിൻ്റെ പേരുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കർത്താവിൽ പ്രിയ അലക്സ് ബേബി അങ്ങളാണ്. പ്രിയ ദേവദാസനുള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടി താൻ കടന്നു വരികയും മാത്രമല്ല കഴിഞ്ഞ നാളുകളിൽ ബാലസംഘം പ്രവർത്തനങ്ങളെ സ്നേഹിക്കുകയും അതുപോലെ വിവിധ നിലകളിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രിയ ദേവദാസനോടുള്ള നന്ദിയെ സുവിശേഷം ബാലസംഘത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാന സന്ദേശം നൽകിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിയ ചാണ്ടപ്പിള്ള അങ്കിളാണ്. സുവിശേഷം ബാലസംഘത്തെ സ്നേഹിക്കുകയും ഏത് പ്രവർത്തനത്തിലും പങ്കാളിത്തം വഹിക്കുകയും ഞങ്ങളെ ഒക്കെ വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയ ദേവദാസനോടുള്ള നന്ദിയെ സുവിശേഷം ബാലസംഘത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അതുമാത്രമല്ല, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയും ഈ സമ്മേളനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പങ്കുവെക്കുകയും ചെയ്ത സുവിശേഷം ബാലസംഘത്തിൻ്റെ നാഷണൽ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ ഇബ്രാഹിം തോമസ് അങ്കിൾ പ്രിയ ദേവദാസനോടുള്ള നന്ദിയെ ബാലസംഘത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അതുമാത്രമല്ല, സാന്നിധ്യം കൊണ്ട് അനേകം പ്രിയപ്പെട്ടവരുടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ചാൾസ് അങ്കിൾ, രാജു കെ തോമസ് അങ്കിൾ, അതുപോലെ റിഫ്ലക്ഷൻ പങ്കുവച്ച എബി സാം അങ്കിൾ, സാം കുമാർ അങ്കിൾ, അതുപോലെ പ്രിയ
മാത്യൂസ് അച്ഛൻ, മാത്രവുമല്ല വിവിധ ശുശ്രൂഷകൾ ചെയ്ത പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും പേര് ഞാൻ പങ്കുവെക്കുന്നില്ല. അതുപോലെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച CM ചാക്കോ അങ്കിൾ, ജേക്കബ് തോമസ്, പ്രൊഫസർ ജേക്കബ് തോമസ് അങ്കിൾ, പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ക്യാമ്പിൻ്റെ വിവിധ നിർദ്ദേശങ്ങൾ നൽകിയ പ്രിയ ബിനു സാമുവൽ സാറ്, അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് കടന്നു വന്ന അനേകം പ്രിയപ്പെട്ടവരുടെയുണ്ട്. YMSBSൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന സെക്രട്ടറി ആയിട്ടും മറ്റ് വിവിധ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അയൽസഭകളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ബാലസംഘത്തെ സ്നേഹിക്കുന്ന പ്രയർ പാർട്ട്നേഴ്സ്, എല്ലാവർക്കും സുവിശേഷം ബാലസംഘത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ്സിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇന്ന് അനേകർ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വന്നു. ഐ റെക്കഗ്നൈസ് തിലക് പപ്പു ആൻഡ് ഫാമിലി ഫ്രം ഡൽഹി. വിൽ യു പ്ലീസ് റൈസ് അപ്പ് സർ? ഐ വാണ്ട് ടു സീ യു വിത്ത് ഫാമിലി. യു ആർ ഹിയർ റൈറ്റ്? ലിനി ഈസ് ഹിയർ. എമ്മി ചെറിയാൻ സാറിൻ്റെ കുടുംബത്തിലെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാലസംഘവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം ആ കുടുംബത്തോടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ വളരെ വിപുലമായ ബാലസംഘവുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് അടുത്ത ജനറേഷന് വേണ്ടി ബിനു ഓർപ്പിച്ചു, ആൽഫ ബീറ്റ ജനറേഷൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. അതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പ്രഗത്ഭരായ ദൈവദാസന്മാർ, അതിൽ പ്രാവീണ്യം നേടിയവരുടെ ക്ലാസ്സുകളാണുള്ളത്. കഴിയുമെങ്കിൽ അത് മിസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേറൊരു അവസരം ഇതുപോലെ കിട്ടും എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. നാം ഇന്ന് കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് അതിൽ പ്രാവീണ്യം ലഭിച്ച ഡോക്ടർ ജോൺ എബ്രഹാം, ജോയ് ജോൺ, ബിനു സാമുവൽ സാർ, അതുപോലെ വൈകുന്നേരത്തെ 6 മണിക്കത്തെ മീറ്റിങ്ങിൽ ബ്രദർ ജോൺ കുര്യൻ മുഖ്യ സന്ദേശം നൽകും. അതേ തുടർന്ന് മ്യൂസിക്കൽ ഈവനിങ്ങുമാണ്. 6 മണിക്കത്തെ മീറ്റിംഗ് തന്നെ കൃത്യസമയത്ത് തുടങ്ങും. ജസ്റ്റ് ഹാഫ് ആൻ അവർ ഫോർ ഡിന്നർ ആൻഡ് ദെൻ തലമുറകളുടെ സംഗീതം എന്ന പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഗീത സദസ്സാണ് ഇവിടെ. ഈ സ്റ്റേജ് നിറച്ച് സംഗീതജ്ഞരും ബാലസംഘത്തിൻ്റെ VBS സോങ്സ് എഴുതിയവരും പഠിപ്പിച്ചവരുമായിട്ടുള്ളവരുടെ നിറസാന്നിധ്യമായിരിക്കും നാളെ ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ തലമുറകളുടെ സംഗീതം എന്ന് പറഞ്ഞ് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു പ്രോഗ്രാം കണ്ടു കാണുമല്ലോ. അതിൻ്റെ വേറൊരു ആവിഷ്കാരമായിരിക്കും നാളെ വൈകുന്നേരത്ത് ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡിന്നർ വളരെ നേരത്തെ ആയിരിക്കും നാളെ. അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. സാറ്റർഡേയിലാണ് സമാപന സമ്മേളനം. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ബ്രദറൻ സഭകൾ ആരംഭിച്ചിട്ട് 200 വർഷം ആഗോളതലത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്ര ആവിഷ്കാരം ശനിയാഴ്ച രാവിലത്തെ പ്രോഗ്രാമിലുണ്ട്. അതിലും എല്ലാവർക്കും പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്രൊഫസർ ജേക്കബ് തോമസ് സാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇതുവരെ ഈ സമാധാന അന്തരീക്ഷം ഞങ്ങളെ ഇരുത്തിയതുകൊണ്ട് സ്തോത്രം. ഈ ബാലസംഘം പ്രവർത്തനത്തിൻ്റെ വർക്കേഴ്സിൻ്റെ 72ാം വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുവാനും തലമുറകളുടെ ഒരു ഒന്നിച്ചുള്ള ഒരു യോഗമെന്നുള്ള മീറ്റിംഗ് എന്ന നിലയിൽ പല തലമുറയിൽപ്പെട്ടവർക്ക് ഒന്നിച്ചു ചേർന്ന് വരുവാനും കർത്താവ് കൃപ നൽകി. ബാലസംഘം പ്രവർത്തനത്തെക്കുറിച്ച് പ്രാരംഭം മുതൽ ഞങ്ങളെ ഓർപ്പിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ചെറിയാൻ സാർ മുഖേന ആരംഭിച്ചതും ദൈവത്തിൻ്റെ മറ്റനേക ഭൃത്യന്മാരുടെ ശുശ്രൂഷ മുഖേന അത് വളർന്ന് പന്തലിച്ചതും ഈ കാലങ്ങളിൽ നാം കേട്ടതുപോലെ പ്രിയ എബ്രഹാം തോമസ്, അലക്സ് തോമസ് മുതലായ സഹോദരന്മാർ മുഖേന അതിനെ പരിപോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ഇവിടെ കടന്നു വന്ന ഏവരെയും ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ദൂരെ യാത്ര ചെയ്ത് വന്നവരുണ്ട്, ആ നിലയിൽ സഹകരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ മീഡിയയിൽ കൂടി അത് വാച്ച് ചെയ്യുന്നവരുണ്ട്, അവരെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് ഈ പ്രവർത്തനം തുടർന്ന് നിൽക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്, ദൈവജനത്തിന് ആവശ്യമാണ്. ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അനുയോജ്യരായ ആളുകളെ അവിടെ നിന്ന് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കർത്താവിൻ്റെ ദാസൻ അലക്സ് ബേബിയെ ദീർഘമായി യാത്ര ചെയ്ത് കൊണ്ടുവന്നു ഞങ്ങൾക്ക് നൽകി. അതിനായിട്ട് സ്തോത്രം. താങ്കൾ കൂടെ കേട്ട ആ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ വരും ദിവസങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവം ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ കാണ്ടപ്പുള്ള സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തനിക്ക് കൊടുത്തിട്ടുള്ള ആ താലന്തുകളെ അത് ശരിയായ നിലയിൽ വിനിയോഗിക്കുവാൻ തക്കവണ്ണം തനിക്ക് കൊടുക്കുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആശംസകൾ കേൾക്കാൻ ഞങ്ങളിടയായി തീർന്നു. അതിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ആ ഷാജി അച്ഛനിൽ നിന്ന് കേട്ട വാക്കുകളെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ
എബി സാമിൻ്റെ വാക്കുകളെ ഞങ്ങൾ കേൾക്കാനിടയായി തീർന്നു. അതുപോലെ സാം കുമാറിൻ്റെ വിവരങ്ങൾ ആശംസകൾ ഞങ്ങൾ കേൾക്കാൻ സാധിച്ചു. ബാലസംഘം മുഖേന ഉണ്ടായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ ഓർപ്പിച്ചു. അതിനായിട്ട് സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട കാര്യങ്ങൾ കൂടുതൽ കരുതിക്കൊള്ളുവാനും വരും ദിവസങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിന്, ക്രിസ്തീയ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന്, സഭാജീവിതത്തിന്, സമൂഹ ജീവിതത്തിന് കർത്താവെ പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രവർത്തനം അഭംഗരം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഇതിനുവേണ്ടി ബന്ധപ്പെട്ട അനേകരുണ്ട്, ബുദ്ധിമുട്ടവർ അനേകരുണ്ട്, ഇപ്പോഴതിനുവേണ്ടി ചുമൽ കൊടുത്തിരുന്നവരുണ്ട്. അവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ഇത് അനുഗ്രഹിക്കപ്പെടുവാൻ, തുടർന്നുള്ള ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷ നടക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഈ നന്മയ്ക്കായിട്ടും ഈ അവസരത്തിനായിട്ടും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. മഹത്വവും മാനവും ഞങ്ങളെല്ലാം അങ്ങേക്ക് തരികയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയെ യാതനയോട് കേട്ടിരിക്കുക. സ്തോത്രം. സർവ്വവും കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കാൻ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇത് ദൂരത്തു നിന്നും ചാരത്തു നിന്നും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരുടെ മേലും ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ് കൂടെ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഓർപ്പിക്കട്ടെ. ഇതിൻ്റെ നേരെ മേളിലുള്ള ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് പോകണം. ഇന്ന് രാത്രി പോകേണ്ടിയവർക്ക് അല്പം പ്രിഫറൻസ് കൊടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, സ്പോട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് ബാഡ്ജ് അവിടെ റെഡി ആയിട്ടുണ്ട്, അതുകൂടെ വാങ്ങിക്കൊണ്ട് പോകണം എന്ന് ഓർപ്പിക്കുന്നു. ഈ പ്രിൻറ്റിങ് നമ്മളിവിടെ ഇന്ന് റിലീസ് ചെയ്ത 2 ബുക്കുകളും വളരെ ചിലവുള്ള പ്രിൻറ്റിങ് കോസ്റ്റുള്ള ഒരു ബുക്സുകളും ഡയറിയുമാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും സഹായങ്ങളോ മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഡൊണേഷൻ ബോക്സും അല്ലെങ്കിൽ റെസിപ്റ്റും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പ്രോഗ്രാമിന് ഓർത്ത് പ്രാർത്ഥിക്കുകയും നാളെയും മറ്റന്നാളും നടക്കുന്ന എല്ലാ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം കടന്നു വരികയും ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് ബൈബിൾ കോളേജിലെ 2 ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. ആ കോളേജിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നാളെയും തുടർമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഈ അടുത്ത് നമുക്ക് കൈ കഴുകുവാനുള്ള ടാപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് കൈ കഴുകി നേരെ ആ ഓഡിറ്റോറിയത്തിലോട്ട് ചെന്ന് നമുക്ക് ഭക്ഷണം വാങ്ങി ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സാവകാശമുണ്ട്. അതോടെ മനസ്സിലാക്കും. ആദ്യം സഹോദരിമാർ എണ്ണിച്ച് നിങ്ങൾ വെളിയിലേക്ക് പോയി കൈ കഴുകി ആ ഓഡിറ്റോറിയത്തിലേക്ക് എത്തണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഭക്ഷണം, സഹോദരി സഹോദരന്മാർ ഇവിടെ അടുത്തുള്ളവർക്കും എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. നാളെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും നിങ്ങൾ കടന്നു വരണമെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവനാമം